രാവണ വിഭീഷണ സംഭാഷണവും വിഭീഷണൻ്റെ ശരണാഗതിയും ഇതാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം രാമൻ്റെ യാത്ര എന്നാണ്. രാമായണങ്ങൾ അസംഖ്യമാണ്. രാമായണ സംസ്കാരം ആചരിക്കുന്നവർക്കിടയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട 8 രാമായണങ്ങളാണുള്ളത്. വാൽമീകി രാമായണം, അധ്യാത്മരാമായണം, ബാലരാമായണം, ഗായത്രി രാമായണം, അത്ഭുത രാമായണം, തുളസീദാസ രാമായണം, ആനന്ദരാമായണം, കമ്പരാമായണം. ഇവയുടെ എല്ലാം കഥാസാരം ഒരുപോലെ തന്നെയാണ്. കഥ പറയുന്ന രീതിയിലും വിശദാംശങ്ങളിലും അല്പാൽപമായ വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രം. രാമായണ കർത്താക്കളിൽ വാൽമീകിയാണ് ഒന്നാമൻ. അധ്യാത്മരാമായണം മൂലകൃതി വേദവ്യാസൻ്റേതാണെന്ന് കരുതി വരുന്നു. അതിൻ്റെ സ്വതന്ത്രമായ മലയാള വിവർത്തനമാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ഇതിൽ അധ്യാത്മ തത്വങ്ങൾക്കാണ് ഊന്നൽ കൊടുത്തിട്ടുള്ളത്. യുദ്ധകാണ്ഡത്തിൽ നാം കാണുന്നത് ശ്രീരാമദേവനും വാനരന്മാരും കൂടി ദക്ഷിണ സാഗരത്തിൽ ഒരു സേതു ബന്ധിച്ച് ലങ്കയിൽ ചെന്ന് അതിഘോരമായ യുദ്ധം ചെയ്യുന്നതാണ്. നിരവധി കേമന്മാരായ രാക്ഷസന്മാർ മരിച്ചുപോയി. രാവണപുത്രനായ ഇന്ദ്രജിത്തും മരണപ്പെട്ടു. പിന്നീട് കുംഭകർണനെ യുദ്ധത്തിനു പറഞ്ഞയക്കാൻ നിദ്രയിൽ നിന്നും ഉണർത്തി. രാവണനെ അധർമ്മത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പരാജിതനായി കുംഭകർണൻ. ഒന്നുകിൽ രാവണൻ കൊല്ലും, അല്ലെങ്കിൽ യുദ്ധക്ഷേത്രത്തിൽ ശ്രീരാമദേവനാൽ കൊല്ലപ്പെട്ട് വീരമൃത്യു വരിക്കാം. രണ്ടാമത്തേതാണ് നല്ലതെന്ന് കുംഭകർണൻ തീരുമാനിക്കുന്നു. അന്നേരം വിഭീഷണൻ അവിടെ എത്തി ജ്യേഷ്ഠനെ വന്ദിക്കുന്നു. രാവണൻ വാത്സല്യത്തോടെ അനുജനെ പിടിച്ച് തൻ്റെ അരികത്തിരുത്തുന്നു. അപ്പോൾ വിഭീഷണൻ പറയുന്നത് കേൾക്കൂ. രാവണനു മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും പ്രായോഗിക ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടവയാണ് അവ. നമുക്ക് സ്നേഹമുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം. കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് ചിന്തിച്ച് വേണം ഒരു തീരുമാനം എടുക്കുവാൻ. അതേ കുലത്തിനും നാടിനും നല്ലതായി ഭവിക്കൂ. ശ്രീരാമദേവനോട് യുദ്ധം ചെയ്യാൻ ഈ 3 ലോകത്തിലും ശക്തിയുള്ളവർ ആരുണ്ട്? എത്രയെത്ര വീരന്മാർ യുദ്ധക്ഷേത്രത്തിൽ മരിച്ചു വീണു. ശ്രീരാമൻ വെറും മനുഷ്യനല്ല, ഇന്ദ്രനല്ല, വന്യയല്ല, വൈവസ്വതനല്ല, യമനല്ല, സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം കാരണഭൂതനാണ് അദ്ദേഹം. മുൻപ് എടുത്തിട്ടുള്ള അവതാരങ്ങളെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും വിഭീഷണൻ രാവണനെ ഓർമ്മപ്പെടുത്തുകയാണ്. വരാഹമായി അവതാരമെടുത്ത് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചതും, നരസിംഹരൂപമെടുത്ത് ഹിരണ്യകശിപുവിനെ കൊന്നതും, വാമനമൂർത്തിയായി വന്ന് ലോകത്രയം ബലിയോട് വാങ്ങിയതും, പരശുരാമനായി 21 വട്ടം അസുരാംശജന്മാരായ രാജാക്കന്മാരെ അവസാനിപ്പിച്ചതും, ഇന്ന് അങ്ങയെ നിഗ്രഹിക്കാനായി ദശരഥപുത്രനായി അവതരിച്ചതും എല്ലാം ആ ജഗദീശ്വരൻ തന്നെയാണ്. എന്നാൽ ആശ്രിതവത്സലനായ ആ കരുണാമയൻ സീതാദേവിയെ കൊണ്ടുപോയി കൊടുത്ത് മാപ്പപേക്ഷിച്ചാൽ അങ്ങയുടെ അപരാധം ക്ഷമിക്കാതിരിക്കില്ല. ശ്രീരാമൻ്റെ പരാക്രമങ്ങളെക്കുറിച്ച് വീണ്ടും പരാമർശിക്കുകയാണ് വിഭീഷണൻ. ബാലകനായിരിക്കെ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം പോയി തടാകയെ കൊന്നതും, യാഗരക്ഷയ്ക്കായി സുബാഹുവിനെ നിഗ്രഹിച്ചതും, തൻ്റെ പാദസ്പർശത്താൽ അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തതും, ത്രയ്യംബകം വില്ലൊടിച്ച് ജനകപുത്രിയെ പാണിഗ്രഹണം ചെയ്തതും, തിരിച്ചു പോരുമ്പോൾ ഭാർഗവരാമനെ ജയിച്ചതും, വിരാധനെ കൊന്നതും, ബാലിയെ നിഗ്രഹിച്ചതും എല്ലാം അങ്ങയ്ക്ക് അറിവുള്ളതല്ലേ? എന്നിട്ടും അങ്ങക്ക് എന്താണ് ഇപ്രകാരം തോന്നുന്നത്? സജ്ജനങ്ങളോട് വൈരം അഥവാ ശത്രുത വയ്ക്കുന്നത് നല്ലതല്ല ജ്യേഷ്ഠ. ഇനിയെങ്കിലും ദേവിയെ കൊണ്ടുപോയി ചെന്നു കൊടുക്കൂ. പ്രബലന്മാരോട് ദുർബലനായവൻ മത്സരം വയ്ക്കുന്നത് തനിക്കും വീടിനും നാടിനും നാശകാരണമാണെന്ന ലോകതത്വം
ഇവിടെ വിഭീഷണൻ ഓർമ്മിപ്പിക്കുന്നു. രാക്ഷസ രാജാവായ അങ്ങ് ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ശ്രീരാമദേവനോട് പിണങ്ങരുത്. ജാനകി ദേവിയെ കൊണ്ടുകൊടുത്ത് അങ്ങ് സുഖമായി വസിക്കണം. വംശത്തെ നശിപ്പിക്കരുത്. ഇഷ്ടം പറയുന്ന ബന്ധുക്കളൊന്നും കഷ്ടകാലത്ത് നമുക്കൊപ്പം ഉണ്ടാകില്ല. അങ്ങ് നയത്തോടുകൂടി പ്രവർത്തിക്കണം. ഇത്രയൊക്കെ പറഞ്ഞിട്ടും വഴങ്ങാതെ രാവണൻ തന്നെ നമസ്കരിച്ച വിഭീഷണനോട് കോപത്തോടെ പറഞ്ഞു, നീ ചെന്ന് രാമനെ സേവിച്ചുകൊള്ളുക. ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നീ എൻ്റെ ചന്ദ്രഹാസത്തിന് ഇരയാകും. ഇത് കേട്ട വിഭീഷണൻ പറയുകയാണ്, അങ്ങ് എനിക്ക് പിതൃതുല്യനാണ്. അങ്ങയുടെ അനുജ്ഞയനുസരിച്ച് ഞാൻ പൊയ്ക്കൊള്ളാം. ശ്രീരാമദേവനെ ശരണം പ്രാപിച്ചുകൊള്ളാം. ആദ്യം നമുക്ക് വിഭീഷണനോട് ചെറിയൊരു നീരസം തോന്നും. പരാജയം സംഭവിച്ചേക്കാം എന്ന ചിന്തയാലാണോ രാവണനെ വിട്ട് വിഭീഷണൻ ശത്രുവായ ശ്രീരാമനെ ശരണം പ്രാപിച്ചതെന്ന്. പക്ഷേ രാവണ വിഭീഷണ സംഭാഷണം ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ആ നീരസം താനേ മാറും. എത്ര ഭംഗിയായ ഉദാഹരണങ്ങളിലൂടെയാണ് വിഭീഷണൻ അധർമ്മ മാർഗത്തിൽ നിന്ന് ജ്യേഷ്ഠനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ പരാജിതനായിട്ടാണ് പിതൃവ്യനായ ജ്യേഷ്ഠ സഹോദരൻ്റെ കൽപ്പന പ്രകാരം ശ്രീരാമനെ അഭയം പ്രാപിക്കുന്നത്, ശരണാഗതിയടയുന്നത്. ശ്രീരാമചന്ദ്രായ നമഃ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ.